പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നത് ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാക്കുവാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകാനും വേണ്ടിയാണ്. ഞങ്ങൾ ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി പിതാവായ ദൈവം ഈശോയെ അങ്ങയാണല്ലോ ഞങ്ങൾക്ക് നൽകിയത്. അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുത്ത് അതിലൂടെ കടന്നു വന്ന എല്ലാ ശാപങ്ങളെയും ശിക്ഷകളെയും തകർച്ചകളെയും പൈശാചിക പീഡകളെയും കുരിശിൽ അവസാനിപ്പിച്ചുകൊണ്ട് ഈശോയെ അങ്ങ് ദിവ്യ കാരുണ്യമായി എപ്പോഴും ഞങ്ങളുടെ കൂടെ വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും ഞങ്ങൾ നശിച്ചു പോകാൻ ഇടയാകാത്ത വിധത്തില് ഞങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം നൽകിക്കൊണ്ട് ഈശോയെ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഈ ദിവസങ്ങളില് കർത്താവെ അങ്ങയോട് കൂടിയായിരിക്കുമ്പോ ഈ ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയുടെ 18ാമത്തെ ഈ ദിവസത്തില് ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന്, അങ്ങയുടെ ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ഞങ്ങളാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി അങ്ങയെ തന്നെ തന്നുകൊണ്ട് കർത്താവേ അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിയുന്ന കൃപകളെ ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങ് ആരാധിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ മക്കളെ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് പ്രത്യേകമായ വിധത്തിൽ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ സാന്നിധ്യത്താല് അങ്ങ് പറഞ്ഞില്ലേ, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. രോഗത്തിന്റെ ശക്തി കർത്താവെ ഞങ്ങളുടെ ശരീരത്തെ, ഞങ്ങളുടെ മനസ്സിനെ തകർക്കുന്ന ആത്മീയമായ മേഖലയില് നശിപ്പിക്കുന്ന എല്ലാ ശക്തികള്, രോഗങ്ങള്, അടിമത്തങ്ങള്, ദുശീലങ്ങള്, ബന്ധനങ്ങള്, കെട്ടുകള്, അതിന് കാരണമായ പൈശാചിക ആധിപത്യങ്ങളെ, അധികാരങ്ങളെ, അവകാശങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് വീണ്ടെടുക്കണം. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. ആരോഗ്യമുള്ള ശരീരം നൽകി, ആരോഗ്യമുള്ള മനസ്സ് നൽകി, ആരോഗ്യമുള്ള ആത്മാവിനെ തന്ന് കർത്താവെ അങ്ങ് തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണം. അതിനായി ഈശോയെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. അങ്ങയുടെ ശക്തി ഞങ്ങളിൽ പ്രകടമാക്കണമേ. അങ്ങയുടെ അധികാരം, അങ്ങയുടെ സർവാധിപത്യം, അങ്ങയുടെ സർവശക്തി ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും പ്രകടമാക്കണമേ. സൗഖ്യത്തിനായിട്ട് കർത്താവിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈശോയെ അങ്ങയോട് കൂടെ ആയിരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മക്കളെല്ലാവരെയും ഇവരാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ മക്കളെയും, അതെല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ മേഖലകളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ കൂട്ടായ്മയിൽ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങൾ ആ കൃപകൾ സ്വന്തമാക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന മേഖല നമ്മുടെ കുടുംബത്തിലുള്ള ചില രോഗത്തിന്റെ അരൂപികൾ, മാനസികമായ രോഗങ്ങള്, ശാരീരികമായ രോഗങ്ങള്, അതിനൊരു ആധിപത്യം ചില കുടുംബങ്ങളിൽ ഇങ്ങനെ കിടക്കുന്നു. ഇപ്പൊ പൂർവികരുടെ കടന്നു വന്ന ചില രോഗങ്ങൾ, ക്യാൻസർ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങള്, ഷുഗർ, കൊളസ്ട്രോൾ, അങ്ങനെ ഒരു പാരമ്പര്യത്തിന്റെ ഒരു സാന്നിധ്യം, അതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവകാശം പോലെ ഒരു രോഗത്തിന്റെ അരൂപി, അല്ലെങ്കിൽ മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ. ചില കുടുംബത്തിൽ ഭയം, ചെറിയ കാര്യം മതി പെട്ടെന്ന് ഡിപ്രഷനാവും, ഭയമാകും, പിന്നെ രോഗാവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ പാരമ്പര്യമായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാരൊക്കെ നമ്മൾ ചോദിക്കില്ലേ, ഏതെങ്കിലും രോഗമായിട്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ പാരമ്പര്യത്തിലുണ്ടോ, നിങ്ങളുടെ കുടുംബത്തിലോ അപ്പന്റെ കൈവഴിയിലോ അമ്മയുടെ കൈവഴികളിലോ ഈ മാനസിക രോഗത്തിന്റെ അവസ്ഥയുണ്ടോ, ഡിപ്രഷൻ ഉണ്ടോ, ക്യാൻസർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഷുഗർ ഉണ്ടോ, ഫാമിലി ഹിസ്റ്ററി. നമ്മുടെ കുടുംബ ചരിത്രത്തില് രോഗത്തിന്റെ ഒരു അരൂപി ചില വീട്ടിലൊക്കെ പറയാറുണ്ട്. അച്ഛാ, ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ വസിച്ചവർക്കെല്ലാം ഈ രോഗം ഉണ്ടാകും. കേട്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാവും.
ആ വീടിന്റെ മേല് ഒരു രോഗത്തിന്റെ രൂപിയുടെ സാന്നിധ്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത് രോഗത്തിലേക്ക് നയിക്കുന്ന, അത് ശാരീരികവും മാനസികവുമായിട്ട് രോഗത്തിലേക്ക് നയിക്കുന്ന ഒരു ആധിപത്യം, ഒരു അധികാരം നമ്മുടെ പാരമ്പര്യത്തിലോ നമ്മുടെ വീട്ടിലോ വസിക്കുന്ന മണ്ണിലോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ദേശത്തിന്റെ അരൂപിയുടെ സ്വാധീനമോ നമ്മയോ നമ്മുടെ മക്കളെയോ കുടുംബത്തെയോ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ആത്മാക്കളെ, അരൂപികളെ ഈ ദേശത്തിന്റെ അല്ലെങ്കിൽ കുടുംബത്തിന് മേലുള്ള ഒരു ദൂതനാണ്. കാവൽ ദൂതൻ, നശിപ്പിക്കുന്ന കാവൽ ദൂതൻ, സംരക്ഷിക്കുന്നില്ല. ഈ രോഗത്തെ അല്ലെങ്കിൽ ഈ നാശത്തെ മനുഷ്യരിലേക്ക് പകർന്നുകൊണ്ട് നശിപ്പിക്കാനും കൊല്ലാനും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ ദൂതന്റെ ആധിപത്യങ്ങളെ, ശക്തികളെ, അധികാരങ്ങളെ നമ്മുടെ കുടുംബത്തിൽ അവസാനിപ്പിക്കണം. നമ്മളതിനു വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ ഉപവാസവും നമ്മുടെ നോമ്പിന്റെ ചൈതന്യവും ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറിന്റെ കൂട്ടായ്മയുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയും നമ്മുടെ കുടുംബത്തെ, നമ്മുടെ തലമുറയെ, നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന രോഗത്തിന്റെ അധികാരമുള്ള, രോഗത്തിന് മേൽ അവകാശമുള്ള ശക്തിയുള്ള അരൂപികളെ, ആ കാവൽ ദൂതന്മാരെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കും. യേശു വന്നത് എന്തിനാ മക്കളെ? യേശു പറഞ്ഞില്ലേ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധിതർക്ക് മോചനം, കർത്താവിന് സ്വീകാര്യമായ വത്സരം. അതാണ് കർത്താവ് ദിവ്യകാരൻ ഈശോ നമുക്ക് നൽകുന്ന ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കിയ കർത്താവിന്റെ കുരിശുമരണ ശക്തിയാൽ ഈ ആധിപത്യങ്ങളെ, ഈ അധികാരങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ ശരീരത്തിന്, മനസ്സിന്, ആത്മാവിന്, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന്, അതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകൾക്കും ആരോഗ്യവും സന്തോഷവും കൃപയും 98:17 പ്രാർത്ഥിച്ചില്ലേ? ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ച് ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കണമേ. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ചേ, നമ്മുടെ കുടുംബത്തിൽ ഒന്ന് പരിശോധിച്ചേ, നമ്മുടെ പാരമ്പര്യത്തെ പരിശോധിച്ചേ. രോഗത്തിന്റെ മേഖല ഏതെങ്കിലും സ്വാധീനങ്ങളോ ആധിപത്യങ്ങളോ പാരമ്പര്യമായിട്ട് നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കുടുംബത്തിൽ വസിക്കുന്ന ഒരു രൂപിയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ 1 പത്രോസ് 1:18 പറഞ്ഞുണ്ടല്ലോ, പിതാക്കന്മാരുടെ വ്യർത്ഥമായി ജീവിതത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെടണം. അത് കർത്താവിന്റെ കുഞ്ഞാടിൻ്റെതുപോലെയുള്ള യേശു ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തത്താലാണ് കർത്താവ് നമ്മൾ വീണ്ടെടുക്കുന്നു. കർത്താവ് നമ്മെ രക്ഷിക്കുന്നു. ഈ ആധിപത്യങ്ങൾ, അധികാരം അവസാനിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവൻ നിയന്ത്രണത്താൽ നമ്മൾ നയിക്കുന്നു. അവൽ മാലാഖമാരെ നമ്മൾ ഏറ്റെടുക്കുന്നു. മിഖായേൽ മാലാഖ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നമ്മെ സംരക്ഷിക്കുന്നു. അതിലേറെ കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ തിരുരക്തത്തിന്റെ കോട്ട, കർത്താവിന്റെ തിരുവൃത്തത്തിനുള്ളിലുള്ള സംരക്ഷണം ദൈവമക്കളെ നമുക്ക് ബലം നൽകി, ശക്തി നൽകി, സംരക്ഷിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നു. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാനുസരണത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദിവ്യാനീശോയെ, ഞങ്ങളുടെ കുടുംബത്തില് ഈ പറഞ്ഞ മേഖലകളിലുള്ള രോഗത്തിന്റെ രൂപികള്, രോഗത്തില് ശാരീരികമായ മാനസികമായ രോഗാവസ്ഥയില് ഞങ്ങൾ നശിപ്പിച്ച് സാമ്പത്തിക മേഖലകൾ തകർത്ത് ഹോസ്പിറ്റലിൽ കയറി ഒത്തിരിയേറെ പൈസ ചെലവഴിച്ച് സൗഖ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മക്കൾ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ശക്തി പ്രകടമാക്കണം. രോഗാരൂപികളെ, രോഗത്തിലേക്ക് നയിക്കുന്ന പൈശാചിക അവകാശങ്ങളെ, അവന്റെ ആധിപത്യങ്ങളെ, അവന്റെ അവകാശങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് ഈശോയെ, അങ്ങയുടെ മക്കളോട്, ഞങ്ങളുടെ തലമുറയോട്, ഞങ്ങളുടെ കുടുംബത്തോട് കരുണയായിരിക്കണമേ. വേണ്ടത്ത ഭയം, ഡിപ്രഷൻ, മാനസിക വിഭ്രാന്തി, അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ രോഗങ്ങൾ, ശാരീരികമായ രോഗങ്ങൾ, ശരീരത്തിന്റെ ക്യാൻസർ, ഷുഗർ, കൊളസ്ട്രോള്, ഹൃദയ സംബന്ധമായ രോഗങ്ങള്, കിഡ്നി സംബന്ധമായ രോഗങ്ങള്, പാരമ്പര്യത്തിന്റെ രോഗശക്തികള് കർത്താവെ നിർവീര്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ തലമുറയെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു.
നിർവീര്യമായി പോകട്ടെ. ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ദൈവിക ശക്തിയാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. മാലാഖമാർ കാവൽ നിൽക്കട്ടെ. വിശുദ്ധ സാന്നിധ്യം നൽകട്ടെ. പരിശുദ്ധ അമ്മ യോസേപ്പ് പിതാവ് കാര്യസ്ഥത ഏറ്റെടുക്കട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ള രോഗത്തിന്റെ രൂപികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുവാൻ വേണ്ടി വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശക്തമായ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തോടുകൂടെ ഉണ്ടാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൂതനായ വിശുദ്ധ മിഖായേലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ യുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സഥാനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവന് മേലിൽ ഒരിക്കലും ഞങ്ങളെ, ഞങ്ങളുടെ തലമുറയെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെ പരാജയപ്പെടുത്തുവാനോ കീഴ്പ്പെടുത്തുവാനോ നശിപ്പിക്കാനോ ഇടയാകാതിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവേ, ജീവൻ നൽകാൻ വേണ്ടി വന്ന കർത്താവേ, രോഗികളെ തേടി വന്ന കർത്താവേ, മരണത്തിനും രോഗത്തിനും കാരണമായ എല്ലാ രൂപികളെയും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും പുറത്താക്കി ബഹിഷ്കരിച്ച് കർത്താവേ, അങ്ങയുടെ മക്കളെ സൗഖ്യപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, ജീവൻ നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ മക്കളും ജീവനും ഞങ്ങൾക്കുള്ള സകലതും കർത്താവെ അങ്ങയുടെ തിരുരക്തത്തിന്റെ ജീവദായകമായ സമൃദ്ധിയിൽ നിറയപ്പെടട്ടെ. തിരുഹൃദയത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. അതിസ്വാഭാവികമായ കൃപകളാൽ നിറയപ്പെടട്ടെ. എല്ലാ പ്രാർത്ഥനകളെയും സമർപ്പിച്ചുകൊണ്ട് വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒരു നിമിഷം ദിവ്യകാരുനാഥനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും ആപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് ഇന്ന് പ്രത്യേകമാവിധം വിശുദ്ധ കുർബാനയിൽ നിന്ന് ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ജീവന സമൃദ്ധി ചൊരിഞ്ഞുകൊണ്ട് വലിയ സൗഖ്യത്തിലേക്ക്, വലിയ സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവികമായ ശക്തിയിലേക്ക് ഞങ്ങൾ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ, കുടുംബത്തെ, പാരമ്പര്യത്തെ, തലമുറയെ സമർപ്പിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിച്ച എന്റെ മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ജീവന്റെ സമൃദ്ധി കൊണ്ട് നിറച്ച് എല്ലാ രോഗങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് സാത്താന്റെ ആധിപത്യങ്ങളിലൂടെ വന്ന രോഗശക്തികളെ പരാജയപ്പെടുത്തി പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ജീവൻ നൽകി ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ പാരമ്പര്യത്തെ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ. ആമേൻ.